Hi guys, welcome to my channel. My name is Namita and if you're new to my channel, I am a cabin crew and I travel the world to make a living. ഇന്നത്തെ വ്ളോഗ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ I am here at LA. LA എന്ന് പറഞ്ഞാൽ ഇന്നൊരു പുതിയ അവതാരം എൻ്റെ കൂടെ ഉണ്ട്. ഇതാരാണെന്ന് വെച്ചാൽ ആരാ ഞാൻ ഒരു സ്പെഷ്യൽ ആണ്. So this is my boyfriend. He lives here in LA. എനിക്കാണെങ്കിൽ ഇവിടെ ഒരു ലേവർ വരാൻ നേരത്ത് we plan to meet and I am here with him today. So ഇന്നത്തെ വ്ളോഗില് ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ടോപ്പ് 3 ഒരു കാര്യം ഇന്ന് ടിക്ക് ഓഫ് ചെയ്യാൻ പോവാണ്, which is whale watching. എനിക്കാണെങ്കിൽ കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു വെയിൽ വാച്ചിങ്ങിന് എനിക്ക് പോകണമെന്ന്. ഞാൻ ആക്ച്വലി എനിക്കറിയാമായിരുന്നു ഇവിടെ എല്ലയിലുണ്ട്. അല്ല ആക്ച്വലി ഞാൻ എല്ലയിൽ വന്നു, പക്ഷെ വി കെയിം ടു സാൻഡിയേഗോ, ദാറ്റ് ഇസ് വേർ ഹി ലിവ്സ്. അപ്പം സാൻഡിയേഗോയുടെ അടുത്ത് തന്നെ ഇവിടെ കുറെ ബീച്ചും ഇതൊക്കെ ഉണ്ട്. അപ്പം ഇവിടാണ് യൂഷ്വലി വെയിൽ വാച്ചിങ്ങിന്റെ മെയിൻ സ്ഥലം. ഇതുകൊണ്ട് പിന്നെ ദർ ഇസ് ഓൾസോ ഇൻ ഫിലിപ്പീൻസ്. അപ്പം സാൻഡിയേഗോയിലോട്ട് വരാൻ ഒത്തിരി സമയം എടുക്കുന്നത് കൊണ്ട് വി നെവർ റിയലി പ്ലാൻ ഫോർ ഇറ്റ്. കാരണം എപ്പോഴും ഞങ്ങൾ കാണാൻ നേരത്ത് വി ജസ്റ്റ് മീറ്റ് ഇൻ LA and that's it. 2 ദിവസത്തെ ലേവറേ ഉള്ളൂ and that's it. That's pretty much it. വേറെ ഒന്നും ചെയ്യാറില്ല. പക്ഷെ this time പറയണം നമ്മൾ വഴക്കിട്ടൊക്കെ ഓക്കെ, ഞങ്ങളാണെങ്കിൽ ഒരു സ്മോൾ വഴക്കിട്ടു. അപ്പം ആ വഴക്ക് സോർട്ട് ചെയ്തിട്ട് ഇന്ന് ഞങ്ങളുടെ മന്തിയും കൂടാ. അപ്പം വഴക്ക് സോൾവ് ചെയ്യാനും മന്തി സെലിബ്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എൻ്റെ ബ്യൂട്ടിഫുൾ ബോയ് ഫ്രണ്ട് ആണ് എന്നെ വെയിൽ വാച്ചിങ്ങിന് കൊണ്ടുവന്നത്. അപ്പൊ ഫിലിപ്പീൻസിലുണ്ട് ഈ വെയിൽ വാച്ചിങ്. അപ്പൊ ഞാൻ വിചാരിച്ചതായിരുന്നു ഫിലിപ്പീൻസിൽ പോകണമെന്ന്, പക്ഷെ എന്നാലും ഫിലിപ്പീൻസിൽ നിന്ന് കുറെ ദൂരമുണ്ട്, അതും എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. സോ അതെന്റെ ഒരു സങ്കടമായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ all of a sudden my boyfriend was ഇന്ന് നമുക്ക് പാം. I was cool. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ് ഒക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. എൻ്റെ ഒരു തൊപ്പിയും ഉണ്ട്. എൻ്റെ തൊപ്പി ഇത് ഓൾസോ സ്പോൺസർഡ് ബൈ മൈ ബോയ്ഫ്രണ്ട്. അത് ചിരിച്ചേ. Yeah guys, so വെയിൽ വാച്ചിങ്ങിന്റെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ബാക്കി വ്യൂസ് ഇപ്പൊ ഞാൻ കുറച്ച് റോഡ് കാണിച്ചു തരാം. ഇത്രയും ആൾക്കാരും ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് പോവുക. അതിൻ്റെ ട്രാഫിക്കാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളവിടെ 11:45 എത്താന്നാ പറഞ്ഞു. ഇപ്പം 11:39 ആയി. ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉണ്ട് അങ്ങോട്ടേക്ക്. ഞങ്ങൾ എത്തി. ട്രൈങ് ടു ഫൈൻഡ് ഒരു പാർക്കിംഗ്. ഇവിടെ എല്ലാം ഫുള്ളാണ്. സോ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ ഞങ്ങൾ കയറി ചോദിച്ചു ഇവിടുത്തെ പാർക്കിങ്ങിൽ ഇടാൻ പറ്റുമോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ശശിയാവുന്നു. എന്തായി പാർക്ക് ചെയ്യാൻ പറ്റുമോ? Cable, right? Got it. Yeah. Yay!
Hi. Hello. Let me take one video of you walking. That somewhere here, കാരണം ഇവിടെ ആണെങ്കിൽ we can see the whale, right? She has a nice way of saying a lot of words. This will not a big deal, but she's and she says like a lot of nice like, oh, it's better to take it later. Boat തുടങ്ങി. As soon as you can get off the dock. The seabirds we see out here today are the smallest of the pelican family. So cute. Definitely more active today than we have been. And weeks Honestly, I think I kind of want to go stand there. Yeah? Yeah. Are you scared? No. What's that? This side? No, I kind of want to stand there. Yeah, let's go there. I think and the topi will fall off. Do you want to keep my topi there? Huh? Should I keep my topi there? Hello then. Yeah. Just like hold on. നിനക്ക് സ്വിമ്മിങ് പോലും അറിയില്ല. Dude, I just shook. That's it down? No. അങ്ങനെ ഒരു 30-45 മിനിറ്റിന് ശേഷം ഞങ്ങളാണെങ്കിൽ കുറച്ച് ഡോൾഫിൻസിനെ കണ്ടു. അധികമൊന്നും ഇല്ലായിരുന്നു, ഒരു 4-5 ഡോൾഫിൻസ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഒരു ഡോൾഫിൻ ഇങ്ങനെ ചാടി പോകുന്ന ഒരെണ്ണത്തിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ കഴിയാൻ നേരത്ത് നിങ്ങൾക്ക് കാണാം, സൂക്ഷിച്ച് നോക്കണമെന്നേ ഉള്ളൂ. ഐ തിങ്ക് അതൊരു വെയിലാണെന്ന്. ഞങ്ങൾ കുറച്ച് ദൂരത്തേക്ക് പോവുകയാണ്. അപ്പോൾ കുറേ വെയിൽസിനെ കണ്ടു. Oh my god, hold the thing. Hold the wheel. can really see that blue glow.
so lucky the sun is out today because when those clouds are up and the sun's not breaking through at all, you don't get any of that blue whale. That is going to be a dive for that blue whale. We still got another 2 of them. One on the back. 3 of them. They're everywhere. This is amazing. This is the right kind of whale problem to have. Too many whales. You know, this is not every day you get this out here. Sometimes when we see these whales grouped up, they tend to sync their dive times. So when one goes down, the other will follow. Here we go. I see one, Mommy! You want to come here? Hazel. Hazel. I just saw one! And you can see by that red color that they are eating on their Logical. I see. Hi guys, we are back again. So we just finished our whale watching അതെല്ലാം and വണ്ടിയിൽ തിരിച്ച് കയറി ഇനി കുറച്ച് നേരം കുറച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ പോവുക. പക്ഷെ എൻ്റെ ദൈവമേ, വാട്ട് ആൻ എക്സ്പീരിയൻസ്. ദ ഓൺലി പ്രോബ്ലം വാസ് യൂഷ്വലി ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ളത് ലൈക്ക് വെയിലിൻ്റെ അടുത്ത് പോവും, ലൈക്ക് യുനോ തൊട്ടടുത്ത് പോവും. പക്ഷെ ഞങ്ങൾ ഇന്ന് കണ്ട വെയിൽസ് അത് അങ്ങനത്തെ എന്താ മറ്റേ വെയിൽസിൻ്റെ പേര് ഹംബാക്കോ അല്ല, അടുത്ത് പോകാൻ പറ്റുന്നത് അങ്ങനത്തെ വെയിൽസ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ കണ്ടത് ബ്ലൂ വെയിലിനെയാണ്. അത് 1-2 ഒന്നുമല്ല, ഐ തിങ്ക് ഒരു 3-4-5 ഞങ്ങൾ കണ്ടു. റിയലി നൈസ്. അടുത്ത് പോകാൻ പറ്റിയില്ല, അപ്പൊ ഞങ്ങൾ ദൂരെ നിന്ന് കാണുമായിരുന്നു. പക്ഷെ എൻ്റെ ദൈവമേ, ഇതൊക്കെ ഉണ്ടല്ലോ ലൈക്ക് I mean, I'll not say once in a lifetime experience, but like, you know, at least once പോയിരിക്കണം. Like, you know, it's really important to like experience ഇങ്ങനത്തെ കാര്യങ്ങൾ. Yeah, all thanks to him. Idea പുള്ളിക്കാരൻ്റെ ആയിരുന്നു to take me there. Yeah, that's pretty much it guys.
ഹാഡ് എ ഗുഡ് ഡേ. പിന്നെ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാം. എന്താ ലഞ്ച് ഫീഡിങ്ങോ? Lunch feeding. അതെന്താന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. മേ ബി വിൽ ലൈക്ക് ഗൂഗിൾ ഇറ്റ്. ഞങ്ങൾ വിചാരിച്ച ചിലപ്പോൾ ലഞ്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി പിടിക്കുന്ന എന്തെങ്കിലും Wrestling അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ലൈക്ക് 2 വെയിൽസും അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ലൈക്ക് എന്തോ വഴക്ക് കൂടുക എന്തൊക്കെയായിരുന്നു. ഫുഡിന് വേണ്ടി അങ്ങനെ എന്തോ. അങ്ങനത്തെ എന്തോ. പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ്. ഞങ്ങൾ ഒരിടത്തേക്ക് നോക്കാൻ നേരത്തെ ഒരിടത്തെ എന്തായിരുന്നു പറഞ്ഞിരുന്നേ, ഫ്ലോട്ട് ചെയ്യുന്നവർ എപ്പോഴും 7 to 14 minutes എന്തോ ഫ്ലോട്ട് ചെയ്യും, എന്നിട്ട് ഡൈവ് ചെയ്യും. ഡൈവ് ചെയ്തിട്ട് എത്ര നേരം താഴേക്ക് ഇരിക്കും? 45 minutes വരെ താഴെ ഇരിക്കാൻ പറ്റും അവർക്ക്. ഓക്കെ, സോ ഇങ്ങനെ ഡിസ്റ്റൻസ് അവര് ചെയ്യും. ഡിസ്റ്റൻസ് സോ മാക്സിമം 45 minutes ആണ് അവർക്ക് ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശ്വാസം പിടിച്ച് വെള്ളത്തിൽ നിൽക്കാൻ പറ്റുന്നത് ഓൺലി ഫോർ 45 minutes. അപ്പൊ ലൈക്ക് അത് ഡൈവ് ചെയ്യുമ്പം ലൈക്ക് ഞങ്ങൾ ആ സ്ഥലത്തുനിന്ന് മാറും. ബിക്കോസ് ഞങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ ലൈക്ക് 45 minutes ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു വെയിലിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ അടുത്തടുത്തോട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിനും ഡൈവ് ചെയ്യാൻ സമയമാവും, അതും ഡൈവ് ചെയ്യാൻ പോകും. ഓർ മേ ബി ലൈക്ക് ഞങ്ങൾ വരുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ടായിരിക്കും വെള്ളത്തിലോട്ടൊക്കെ പോകുമായിരുന്നു. പക്ഷെ ലൈക്ക് ദൂരെ നിന്ന് ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടു. ഇറ്റ് വാസ് റിയലി നൈസ്. ഞാൻ കുറച്ച് ക്ലിപ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലൈക്ക് ഐ ഡോണ്ട് നോ ലൈക്ക് ഇത് ക്ലിയർ ആയിട്ടാണോ ഇതിൻ്റെ അത് കാണുകയെന്ന്. പക്ഷെ എന്തെന്നാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് ലാപ്ടോപ്പിലിട്ട് നോക്കാൻ നേരത്ത് I'll check and I'll let you guys, okay? Let you guys know. I'll check and let you guys know. I mean, obviously you guys will see it. Yeah. ഇന്ന് ചൈനീസും കൂടെ കഴിച്ചിട്ട് we'll call it a day. Yeah. അങ്ങനെ. Bye. ഇതാണ് ഞങ്ങൾ കയറിയ ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കോമ്പിനേഷൻ ഫ്രൈഡ് റൈസ് വാങ്ങി. അതിൻ്റെ അകത്ത് എഗ്സ്, ചിക്കൻ ആൻഡ് ബീഫ് ആയിരുന്നു. പിന്നെ ഒരു ഓറഞ്ച് ചിക്കൻ വാങ്ങി. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു അതിന്. പിന്നെ ഒരു നൂഡിൽ സൂപ്പും വാങ്ങി. എനിക്കത് അധികം ഇഷ്ടമായില്ല, പക്ഷേ ഓറഞ്ച് ചിക്കൻ നെക്സ്റ്റ് ലെവലായിരുന്നു. പിന്നെ സൗരഭിനാണെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങാൻ കയറി. അങ്ങനെ എൻ്റെ ദിവസം തീർന്നു. ഞങ്ങൾ ജസ്റ്റ് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് ഇനിയും എനിക്ക് ഫ്ലൈറ്റിന് സമയമായി. സോ ചെന്ന് യൂണിഫോമിലേക്ക് ഇടുക and then I'm off to go. So I'll see you guys on my next vlog. Till then, bye. Bye guys. ആ ഏരിയയിൽ നിന്ന് വണ്ടി അങ്ങോട്ട് എടുക്കാൻ നേരത്തെ എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം, എനിക്ക് കുറച്ച് നേരം വണ്ടി ഓടിക്കണമെന്ന്. അപ്പോൾ ഞാൻ സൗരവരോട് ചോദിച്ചു. ആൻഡ് ഹി വാസ് മോർ ദാൻ ഹാപ്പി ടു ലെറ്റ് മീ ഡ്രൈവ്. അങ്ങനെ തിരിച്ച് ഹോട്ടൽ വരെ ഞാനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അതോടെ എൻ്റെ വീഡിയോയും തീർന്നു. Hope you guys liked my video. If you did, make sure to give it a like, share and subscribe. And I will see you guys on my next video. Till then, bye.